എന്നിവർക്ക് കത്തയച്ചിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ചുരുക്കി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളം ധന ഉത്തരവാദിത്വ നിയമം പാസാക്കിയ 2020-21 സാമ്പത്തിക വർഷങ്ങളിൽ ധനക്കമ്മി ഈ നിയമത്തിൽ നിഷ്കർഷിച്ച പരിധിക്കുള്ളിൽ കേരളം നിലനിർത്തിയിട്ടുണ്ട്. 2020-21 കോവിഡ്-19 അസാധാരണ സാഹചര്യത്തിൽ ധനക്കമ്മിയുടെ പരിധി രാജ്യമാകെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 3% നിന്നും 5% കേന്ദ്ര സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. നിയമപ്രകാരം തന്നെ സംസ്ഥാനത്തിനുള്ള അവകാശങ്ങൾ നിലനിൽക്കെയാണ് കേന്ദ്ര ധനമന്ത്രാലയം ചില പുതിയ നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചത്. 2022 മാർച്ച് 31 കേന്ദ്ര ധനമന്ത്രാലയം ഇത് സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ അയച്ചു. സംസ്ഥാന സർക്കാർ നികുതിയുടെ നിശ്ചിത വിഹിതം നൽകുന്ന സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾ ആകെ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പകളായി കണക്കാക്കുമെന്നാണ് അതിലെ ഉള്ളടക്കം. തത്തുല്യമായ തുക സംസ്ഥാനത്തിൻ്റെ കമ്പോള വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറക്കുമെന്നും അതിൽ വ്യക്തമാക്കി. ഇത് 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളിൽ ഇല്ലാത്ത ഒന്നാണ്. 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അംഗീകരിച്ച് ഭരണഘടനയുടെ അനുച്ഛേദം 281 പ്രകാരം പാർലമെന്റിന്റെ ഇരുസഭകളുടെയും മേശപ്പുറത്ത് വെച്ച് അംഗീകരിച്ചതാണ്. അതിനെയാണ് ഒരു എക്സിക്യൂട്ടീവ് തീരുമാനത്തിലൂടെ അട്ടിമറിച്ചത്. ഇത് ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഈ നടപടി വഴി കിഫ്ബി, KSSPL എന്ന് പറയുന്നൊരു പെൻഷൻ കമ്പനിയാണ്, ക്ഷേമ പെൻഷൻ നൽകുന്നതിന് രൂപീകരിച്ചൊരു കമ്പനിയാണ്. ഇത്തരം സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളെടുത്ത വായ്പകളെ കൂടി സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ മുൻകാല പ്രാബല്യത്തോടെ ഉൾപ്പെടുത്തുകയാണ്. കിഫ്ബി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയുടെ വായ്പകൾ എന്നിവയുടെ എല്ലാം പേരിൽ വായ്പാ പരിധിയിൽ വൻതോതിൽ വെട്ടിക്കുറവ് വരുത്തി. 2021-22 സാമ്പത്തിക വർഷത്തിൽ മാത്രം 12,000-ഓളം രൂപയാണ് വെട്ടിക്കുറച്ചത്. അടുത്ത സാമ്പത്തിക വർഷങ്ങളിലും ഈ വെട്ടിക്കുറവ് തുടരുകയാണ്. നടപ്പു വർഷത്തിൽ 7,000 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തിന് അനുവദനീയമായ കടമെടുപ്പ് പരിധിയിൽ പബ്ലിക് അക്കൗണ്ടിൽ നിന്നുള്ള തുകകളെ കൂടി ഉൾപ്പെടുത്തി വെട്ടിച്ചുരുക്കലുകൾ 2017 മുതൽ മുൻകാല പ്രാബല്യം നൽകി കേന്ദ്രം നടപ്പിലാക്കി വരികയാണ്. ഇതിൽ തന്നെ പബ്ലിക് അക്കൗണ്ടിലെ അവസാന വർഷത്തെ കണക്കെടുത്താൽ തുകയിൽ കുറവ് വരും. ഇത് കണ്ടുകൊണ്ട് 3 വർഷത്തെ കണക്കിൻ്റെ ശരാശരി എടുത്താണ് കണക്കാക്കിയിട്ടുള്ളത്. ഇത് വായ്പയുടെ വലിപ്പം വർദ്ധിപ്പിച്ച് കടമെടുപ്പ് പരിധി കുറക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. ഏതു വിധേനയും കേരളത്തെ ബുദ്ധിമുട്ടിക്കാം എന്ന നിർബന്ധ ബുദ്ധിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ വിധം പബ്ലിക് അക്കൗണ്ടിലുള്ള പണം പൊതുകടത്തിൽപ്പെടുത്തിയത് മൂലം 12,000 കോടി രൂപയാണ് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചത്.
സംസ്ഥാന കടമെടുപ്പ് പരിധി നിശ്ചയിക്കാനുള്ള ഭരണഘടനാപരമായ അധികാരം കേന്ദ്ര സർക്കാരിനില്ല. ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിച്ചാണ് ഭരണഘടനാ വിരുദ്ധവും ധനക്കമ്മീഷന്റെ നിലപാടിന് വിരുദ്ധവുമായ ഈ നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആക്കം കൂട്ടാനും ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം തുടങ്ങിയ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ കാര്യക്ഷമമായി സംരക്ഷിക്കാനും ആവശ്യമായ നിക്ഷേപം കൊണ്ടുവരുന്നതിനാണ് സംസ്ഥാന സർക്കാർ കേരള അടിസ്ഥാന സൗകര്യ നിക്ഷേപ നിധി ബോർഡ് കിഫ്ബിയെ ശാക്തീകരിക്കുന്നത്. 84,454 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി ഇതുവരെ സംസ്ഥാനത്ത് അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ കേന്ദ്ര സർക്കാർ കിഫ്ബി ലാഭകരമല്ലാത്ത നിക്ഷേപങ്ങൾ നടത്തുന്നു എന്ന നിലപാടാണ് എടുക്കുന്നത്. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, ഗിഫ്റ്റ് സിറ്റി ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് സംസ്ഥാനത്ത് വലിയ വികസനം സാധ്യമാക്കുന്ന പദ്ധതികളുടെ ഭാഗമായുള്ള ഭൂമി ഏറ്റെടുക്കലിനായി 16,108 കോടി രൂപ ചെലവാക്കുന്നതും ഇതേ കിഫ്ബി മുഖേനയാണ്. കൊച്ചി വാട്ടർ മെട്രോ, കെ-ഫോൺ തുടങ്ങിയ വൻകിട പദ്ധതികളിലെല്ലാം കിഫ്ബിയുടെ നിക്ഷേപമുണ്ട്. കൊച്ചി വാട്ടർ മെട്രോ വിജയകരമായി കമേഴ്സ്യൽ ഓപ്പറേഷൻ നടത്തുകയാണ്. ദീർഘകാല ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കിഫ്ബിക്കെതിരെ ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചാണ് വലിയ കുപ്രചരണം നടത്തുന്നത്. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നു. ഇന്നത് 1,600 രൂപയാണ്. സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന 5 ഇനം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനങ്ങളിലായി 60 ലക്ഷം ഗുണഭോക്താക്കളാണുള്ളത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൈത്താങ്ങായ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വിതരണം മുടങ്ങാതെ നടപ്പാക്കുന്നതിനായി രൂപീകരിച്ച പെൻഷൻ കമ്പനിയുടെ പ്രവർത്തനത്തിനായി എടുക്കുന്ന വായ്പയും സംസ്ഥാന സർക്കാരിൻ്റെ കടപരിധിയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഈ നയം ജനവിരുദ്ധതയുടെ മറ്റൊരു ഉദാഹരണമായിട്ട് മാത്രമേ കാണാനാവൂ. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിന്മേലുള്ള ഹീനമായ കൈകടത്തലാണിത്. ഭരണഘടനയിലൂടെ വിഭാവനം ചെയ്യപ്പെട്ട സാമ്പത്തിക ഫെഡറലിസത്തെ കേന്ദ്ര സർക്കാർ തകർക്കുകയാണ്. സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ തടയുന്ന യൂണിയൻ സർക്കാരിൻ്റെ വിവേചനപരമായ നീക്കം ഭരണഘടനയുടെ 14-ാം അനുച്ഛേദത്തിൻ്റെ ലംഘനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭരണഘടനാ വിരുദ്ധ സമീപനങ്ങൾ സൃഷ്ടിക്കുന്ന പണഞ്ഞെരുക്കം സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നു. ഈ വിഷയം കേരളം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുൻപാകെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ തെറ്റായ സമീപനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണം എന്നതാണ് കേരളം ഒന്നാമതായി ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങളിലെ പ്രധാന ഘടകമാണ് ഗ്രാന്റുകൾ. ധനക്കമ്മീഷൻ ശുപാർശ പ്രകാരം വീതം വെക്കപ്പെടുന്ന നികുതി വിഹിതത്തിന് പുറമെയാണിവ. ഗ്രാന്റുകളിൽ
കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ ഗ്രാന്റ് സുപ്രധാനമാണ്. സംസ്ഥാന വിഷയങ്ങളിലാണ് മിക്ക കേന്ദ്രാവിഷ്കൃത പദ്ധതികളും നടപ്പിലാക്കപ്പെടുന്നത്. പക്ഷേ ഈ പദ്ധതികളുടെ സൂക്ഷ്മഘടന വരെ തീരുമാനിക്കുന്നത് ഡൽഹിയിലെ മന്ത്രാലയങ്ങളാണ്. ഇത് തന്നെ ഫെഡറലിസത്തിന് ഘടകവിരുദ്ധമാണ്. ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്ന ബ്രാൻഡിങ് ജനാധിപത്യ വ്യവസ്ഥയോടുള്ള വെല്ലുവിളി കൂടിയാണ്. സംസ്ഥാന സർക്കാർ ഗണ്യമായ അധിക വിഹിതം നൽകിയാണ് ലൈഫ് പദ്ധതി നടപ്പാക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ഇക്കൊല്ലം ജനുവരി 22 വരെ 3,71,934 വീടുകൾ നിർമ്മിച്ചു. അപ്പോൾ 32,751 വീടുകൾക്ക് മാത്രമാണ് PMAY ഗ്രാമീണിന്റെ 72,000 രൂപ വീതമുള്ള സഹായം ലഭിച്ചു. PMAY അർബന്റെ ഭാഗമായി 80,259 വീടുകൾക്ക് 1,50,000 രൂപ കേന്ദ്രം നൽകി. ഈ രണ്ട് പദ്ധതികളിലെയും ഗുണഭോക്താക്കൾക്ക് ബാക്കി സംഖ്യ കൂട്ടി 4 ലക്ഷം രൂപ തികച്ചു നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. എല്ലാം ചേർത്താലും ആകെ 1,13,010 വീടുകൾക്ക് 30.38% അത് വരിക. മാത്രമാണ് നാമമാത്രമായ കേന്ദ്ര സഹായം ലഭിച്ചത്. ബാക്കി 2,58,924 വീടുകളും പൂർണ്ണമായി സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ചെലവിലാണ് നിർമ്മിച്ചത്. ലൈഫ് മിഷന് വേണ്ടി ഇതിനകം ആകെ ചെലവിട്ടത് 17,104 കോടി 87 ലക്ഷം രൂപയാണ്. ഇതില് കേന്ദ്രം നൽകിയത് 2,081 കോടി രൂപയാണ്. അതായത് വെറും 12.17%. ബാക്കി 87.83% തുക സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഒരു ബ്രാൻഡിങ്ങിനും തയ്യാറല്ല. കാരണം ഓരോരുത്തരുടെയും വീട് ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ് എന്നതാണ് ഞങ്ങളുടെ നിലപാട്. എന്നാൽ ലൈഫ് പദ്ധതി കീഴിൽ നിർമ്മിക്കുന്ന ഈ വീടുകളിൽ കേന്ദ്ര പദ്ധതിയുടെ ബോർഡ് വെക്കണം, അല്ലെങ്കിൽ കേന്ദ്രം നൽകുന്ന ചെറിയ വിഹിതം പോലും അനുവദിക്കുകയില്ല. ഇതാണ് കേന്ദ്ര ധനമന്ത്രാലയം എടുത്തിരിക്കുന്ന നിലപാട്. സംസ്ഥാനങ്ങൾ കുറഞ്ഞത് 40% ചെലവഴിക്കുകയും നടത്തിപ്പിന്റെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന പദ്ധതികളുടെ നേട്ടങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. അവ കേന്ദ്ര പദ്ധതികളായി ബ്രാൻഡ് ചെയ്യണം എന്നാണ് നിർബന്ധം. ഇല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കും എന്ന നിലപാടാണ് എടുക്കുന്നത്. ഈ സമീപനം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്നതാണ്. ഇതിന്റെ പേരിൽ കേരളത്തിന് 2023-24 സാമ്പത്തിക വർഷത്തിൽ മൂലധന ചെലവിനായുള്ള വായ്പാ സഹായമായി ലഭിക്കാനുള്ള 3,000 കോടി രൂപയും നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായ 600 കോടി രൂപയും തടഞ്ഞു വെച്ചിരിക്കുന്നു.
നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് UGC ശമ്പള പരിഷ്കരണം നടപ്പാക്കിയതിനുള്ള 750 കോടി രൂപ ഗ്രാന്റുകൾ തടഞ്ഞുവെച്ചു. കേന്ദ്ര നിർദ്ദേശപ്രകാരം ശമ്പള പരിഷ്കരണം നടപ്പാക്കി കൊടുത്തു തീർത്ത പണമാണ് ഇങ്ങനെ മുടക്ക് ന്യായം പറഞ്ഞ് തടഞ്ഞത്. ഗ്രാന്റുകളും മറ്റും ധനകാര്യ കമ്മീഷന്റെ ധനസഹായത്തിന്റെ 20% താഴെ മാത്രമേ വരൂ. 80% നികുതി വിഹിതമാണ്. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് അത് ഡിവിസിബിൾ പൂളിന്റെ 3.8% അത് 14ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് 2.5% കുറഞ്ഞു. 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് വീണ്ടും കുറഞ്ഞു, 1.9%. സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രതിശീർഷ വരുമാനത്തിൽ ഉൾപ്പെടെ വലിയ അന്തരം നിലനിൽക്കുന്നു. ജനസംഖ്യാ വർധനയുടെ കാര്യത്തിലും ഇതുണ്ട്. വലിയ സാമ്പത്തിക ചെലവ് സഹിച്ച് കേരളമടക്കം നേടിയ നേട്ടങ്ങൾ ഇന്ന് നികുതി വിഹിതത്തിൽ തിരിച്ചടിക്ക് കാരണമാകുന്ന ദുരവസ്ഥയായി മാറുന്നു. പ്രതിശീർഷ വരുമാനം കുറഞ്ഞതും അധിക ജനസംഖ്യയുള്ളതുമായ സംസ്ഥാനങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകണം. ജനസംഖ്യാ നിയന്ത്രണം സാധ്യമാക്കിയ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതത്തെ ക്രമാതീതമായ കുറവിൽ നിന്നും സംരക്ഷിക്കുകയും വേണം. ഇതുവഴി മാത്രമേ കേരളത്തിന് പുതുതലമുറ വികസന പ്രശ്നങ്ങളെ നേരിടാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ സംസ്ഥാനം ഇതുവരെ നേടിയ നേട്ടങ്ങൾ ശിക്ഷയായി മാറുന്ന അവസ്ഥ വരും. ഇത് മനസ്സിലാക്കിയുള്ള സമീപനം കേന്ദ്ര സർക്കാരിൻ്റെയും ധനകാര്യ കമ്മീഷനുകളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഈ ആവശ്യം കേരളം ശക്തമായി ഉന്നയിക്കുകയാണ്. ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ടതുണ്ട്. അത് ഭരണഘടനാപരമായ ബാധ്യതയാണ്. എന്നാൽ ഇതിൽ നിന്നും അവരെ തടയുന്ന ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ വിപുലീകരിച്ചു ബാഹ്യ സമ്മർദ്ദങ്ങൾ ചെലുത്തിയുമുള്ള ഇടപെടലുകളാണ് ഉദാഹരണം. ഇത് ഫെഡറൽ വ്യവസ്ഥയെ തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 15ാം ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിലും മാനദണ്ഡങ്ങളിലും കൈകടത്തി കേരളത്തിൽ ലഭിക്കേണ്ട അർഹതപ്പെട്ട തുക നിഷേധിക്കുന്നതായിരുന്നു കേന്ദ്ര സർക്കാർ സമീപനം. BJP സർക്കാർ വന്ന ശേഷം 2011 ജനസംഖ്യ മാനദണ്ഡമാക്കാൻ നേരത്തെ 1971 സെൻസസ് ആയിരുന്നു മാനദണ്ഡമായി എടുത്തതെങ്കിൽ ധനകാര്യ കമ്മീഷനോട് ആവശ്യപ്പെട്ടത് കാരണം നികുതി വിഹിതത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഇവിടെ ഓർക്കേണ്ട കാര്യം, BJP സർക്കാർ വന്ന ശേഷമാണ് 2011 ജനസംഖ്യ മാനദണ്ഡമാക്കുന്നത്. നേരത്തെ അത് 1971 സെൻസസ് ആയിരുന്നു മാനദണ്ഡം. അപ്പോ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ സംസ്ഥാനത്ത് ജനസംഖ്യ കുറഞ്ഞത് അത് കൃത്യമായി നടപ്പാക്കിയതിന്റെ പേരിൽ ഒരു ശിക്ഷയായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം വല്ലാതെ വർദ്ധിക്കുന്നതിന് ഇടവരുത്തിയിരിക്കുകയാണ്. കൈവരിച്ച നേട്ടങ്ങൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയായി മാറുന്ന നിലയും വന്നിരിക്കുന്നു. ഇതിനു പുറമെ കേന്ദ്ര വരുമാനത്തിന്റെ 1/3
സെസ്സുകളും സർചാർജുകളുമാക്കുക വഴി സംസ്ഥാനങ്ങളുടെ വയറ്റത്തടിക്കുക കൂടിയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതം 41% 15ാം ധനക്കമ്മീഷൻ നിശ്ചയിക്കുകയുണ്ടായി. എന്നാൽ കേന്ദ്ര വരുമാനത്തിൻ്റെ 1/3 ഇപ്പോൾ കഴിഞ്ഞ വർഷം 28.1% സെസ്സും സർചാർജുമായി മാറ്റി. 2014-15 ഇത് വെറും 10%. അപ്പോൾ 14-15 10% സെസ്സും സർചാർജും കഴിഞ്ഞ വർഷമായപ്പോൾ 28.1. അതിനാൽ തന്നെ സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കേണ്ട തുകയിൽ വലിയ കുറവ് വരുത്തിയിരിക്കുകയാണ്. GST നടപ്പാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് തങ്ങളുടെ നികുതി അവകാശങ്ങളുടെ 44% അടിയറവ് വെക്കേണ്ടി വന്നത്. എന്നാൽ കേന്ദ്രത്തിന് നഷ്ടമായത് 28% നികുതി മാത്രമാണ്. എന്നാൽ GST നടപ്പിലാക്കിയപ്പോൾ വരുമാനത്തിൻ്റെ 50% കേന്ദ്രത്തിനും 50% സംസ്ഥാനത്തിനും എന്ന രീതിയിലാണ് പങ്കുവെക്കപ്പെട്ടത്. ഇതിലൂടെ സംസ്ഥാനത്തിന് അടിയറവ് പറയേണ്ടി വന്ന നികുതി നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ കുറഞ്ഞ വരുമാനമാണ് ലഭ്യമായത്. അതായത് GST വന്നപ്പോൾ ഉണ്ടായ നികുതി നഷ്ടത്തേക്കാൾ കുറവാണ് GST മൂലമുണ്ടായ വരുമാനം. ഈ നികുതി അവകാശ നഷ്ടം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി GSTയിൽ 14% വാർഷിക നികുതി വളർച്ചാ നിരക്ക് ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തു. പക്ഷേ GST സമ്പ്രദായം നടപ്പാക്കിയതിലെ പോരായ്മകളും പ്രകൃതി ദുരന്തങ്ങളും കോവിഡും എല്ലാം കാരണം ഈ വളർച്ചാ നിരക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിന് പരിഹാരമായാണ് GST നഷ്ടപരിഹാരം നിർദ്ദേശിക്കപ്പെട്ടത്. 2017 ജൂലൈ 1 മുതൽ 5 വർഷക്കാലത്തേക്കാണ് GST നഷ്ടപരിഹാരം സംസ്ഥാനങ്ങൾക്ക് നൽകി വന്നത്. എന്നാൽ അനവധി കാരണങ്ങളാൽ GSTയുടെ ആദ്യ 5 വർഷങ്ങൾ അനിശ്ചിതത്വം നിറഞ്ഞവയായിരുന്നു. ഇതിലാർക്കും രണ്ടഭിപ്രായം ഉണ്ടാകാനിടയില്ല. വാറ്റ് നികുതി കാലത്ത് സംസ്ഥാനങ്ങൾക്ക് മിക്ക ചരക്ക് വിൽപ്പനകൾക്ക് മേലും ചുമത്തിയിരുന്ന 14.5% നികുതി നിരക്ക് GSTയിൽ 9%, ചിലതിൽ 6% കുറഞ്ഞു. കേന്ദ്രവും സംസ്ഥാനവും GST നിരക്കുകൾ 40:60 എന്ന അനുപാതത്തിൽ പങ്കിടണമെന്ന അഭിപ്രായത്തിന് വിദഗ്ധരുടെ ഇടയിൽ അഭിപ്രായമുണ്ടായിരുന്നു. വിദഗ്ധരുടെ ഇടയിൽ ആ അഭിപ്രായത്തിനായിരുന്നു പ്രാമുഖ്യവും ഉണ്ടായിരുന്നു. ഈ ആവശ്യം കേരളം ശക്തിയായി ഉയർത്തുകയും ചെയ്തു. എന്നാൽ ഇത് തിരസ്കരിക്കാനുണ്ടായത്. GST നിരക്ക് പങ്കുവെക്കലിലെ അസന്തുലിതാവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ആദ്യ 5 വർഷത്തിനൊടുവിൽ നഷ്ടപരിഹാരം നിർത്തിയത്. ഇത് കേന്ദ്ര സംസ്ഥാന നികുതി അസന്തുലിതാവസ്ഥയുടെ ആക്കം വർദ്ധിപ്പിച്ചു. സംസ്ഥാനങ്ങൾക്ക് കുറച്ചുകൂടി ബ്രീത്തിങ് ടൈം നൽകേണ്ട ബാധ്യത GST നിയമം നടപ്പിലാക്കാൻ തിടുക്കം കാട്ടിയ കേന്ദ്രത്തിനുണ്ട് എന്നത് അവർ മറന്നുപോവുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേന്ദ്ര നികുതി വിഹിതം കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. പൂർണ്ണമല്ലെങ്കിലും ചെറിയ ആശ്വാസമായിരുന്നു 2020-21 മുതൽ 23-24 വരെ ലഭിച്ച റവന്യൂ കമ്മി ഗ്രാന്റുകൾ. അതും ഇല്ലാതായിരിക്കുകയാണ്.
15ാം ധനകാര്യ കമ്മീഷനെ നിയമിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ഇറക്കിയ പരിഗണനാ വിഷയങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം റവന്യൂ കമ്മി നേരിടുന്ന സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക ഗ്രാന്റ് നൽകേണ്ടതില്ല എന്നായിരുന്നു. ഇതിനെ കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും എതിർക്കുകയായിരുന്നു. 15ാം ധനകാര്യ കമ്മീഷന്റെ തികച്ചും വിവേചനപരമായ മാനദണ്ഡങ്ങളുടെ പശ്ചാത്തലത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെ സമ്മേളനം ഉൾപ്പെടെ കേരളം വിളിച്ചുകൂട്ടി. ഒടുവിൽ സംസ്ഥാനങ്ങളുടെ ശക്തമായ എതിർപ്പിന് കമ്മീഷന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് ഈ കാലയളവിൽ റവന്യൂ കമ്മി ഗ്രാന്റ് കേരളത്തിന് കിട്ടിയത്. ഈ റവന്യൂ കമ്മി ഗ്രാന്റ് ഔദാര്യമായിരുന്നില്ല, മറിച്ച് അത് സംസ്ഥാനത്തിന്റെ അവകാശമായിരുന്നു. എന്നാൽ ഈ വർഷം റവന്യൂ കമ്മി ഗ്രാന്റ് കേന്ദ്രം വെട്ടിക്കുറക്കുകയാണ് ചെയ്തത്. ഈ ഇനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8400 കോടി രൂപയാണ് ഈ വർഷം കേരളത്തിന് കുറവ് വരുന്നത്. ഇതോടെ വായ്പാ നിയന്ത്രണം, ഗ്രാന്റുകൾ തടഞ്ഞുവെക്കൽ എന്നിവയുടെ ആഘാതം ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. റവന്യൂ കമ്മി ഗ്രാന്റിലുണ്ടായ ഇടിവാണ് നിലവിലെ പ്രധാന ധനപ്രശ്നങ്ങളുടെ പ്രധാന കാരണം. കേരളം എല്ലാ മേഖലയിലും അവഗണിക്കപ്പെടുകയാണ്. പുതിയ പദ്ധതികൾ അനുവദിക്കുന്നില്ല. ഈ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ പേരുപോലും പരാമർശിക്കുന്നത് ഇല്ലാത്ത പരിമിതമാകുന്ന ദുരവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ രീതിയിൽ അവഗണന വളർന്നിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമായ എയിംസിന് ഒരു പരിഗണനയും കിട്ടിയില്ല. എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും ഭൂമിയുടെ രേഖകളും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയും എല്ലാം കേന്ദ്രത്തിന് കൈമാറിയിട്ടും കേന്ദ്ര ബജറ്റിൽ ഇത്തവണയും എയിംസ് കേരളത്തിലില്ല. ദേശീയ തലത്തിൽ എയർപോർട്ടുകൾ ലേലത്തിന് വെച്ചപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധത പ്രകടിപ്പിച്ചതാണ്. പക്ഷെ അത് അവഗണിച്ച് വിമാനത്താവള നടത്തിപ്പ് സ്വകാര്യ മേഖലക്ക് നൽകാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറായത്. ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട്, ആ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താനുള്ള പോയിന്റ് ഓഫ് കോൾ അംഗീകാരം ലഭ്യമാക്കാൻ അനുഭാവപൂർവമായ സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഭൂമി ഏറ്റെടുത്ത് പക്ഷേ നിർമ്മാണത്തിനാവശ്യമായ ടെൻഡർ വിളിക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം മറ്റൊരു ഉദാഹരണമാണ്. പുതിയ ട്രെയിനുകൾ, പുതിയ പാതകൾ, പാത ഇരട്ടിപ്പിക്കൽ, നിലവിലെ പാതകളുടെ നവീകരണം, റെയിൽവേ സ്റ്റേഷനുകളുടെ ആധുനികവൽക്കരണം, ഇങ്ങനെയുള്ള റെയിൽവേ വികസനത്തിന്റെ സമസ്ത മേഖലകളിലും കേരളത്തെ അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്രം തുടരുന്നത്. സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോറായ കെ റെയിലിന്, സിൽവർ ലൈൻ, സമാനമായ പദ്ധതികൾ രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നാൽ കേരളത്തോട് മാത്രം കടുത്ത വിവേചനം കാട്ടുന്നു. കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കി മാറ്റിയില്ലെങ്കിൽ കേന്ദ്ര സഹായം നിഷേധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തിട്ടുള്ളത്. കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം
സാമൂഹ്യാരോഗ്യ കേന്ദ്രം, താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി തുടങ്ങിയവയുടെ പേരാണ് മാറ്റേണ്ടത്. സമീപകാലത്ത് ആർദ്രം മിഷന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. ഇതോടെ ഇവിടെ കൂടുതൽ ഡോക്ടർമാർ, നഴ്സുമാർ, സ്റ്റാഫ് എല്ലാം നിയോഗിച്ച് കാലത്തും വൈകിട്ടും OP ആക്കി. ഫാർമസി അടക്കമുള്ള കെട്ടിട സൗകര്യങ്ങൾ വിപുലീകരിച്ചു. ലാബ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. കൂടുതൽ മരുന്നുകൾ ലഭ്യമാക്കി. ഇതിൻ്റെ എല്ലാം ചെലവിൻ്റെ 95% വഹിച്ചത് സംസ്ഥാന സർക്കാരാണ്. ഓരോന്നിനും 1 കോടി രൂപ വരെ ആസ്തിയുണ്ട്. ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് ആയുഷ്മാൻ ഭാരതിൽ നിന്നും 5 ലക്ഷം രൂപ വീതമാണ് ഉപയോഗിച്ചത്. ഈ വർഷം അവസാനിക്കും മുൻപ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും കേന്ദ്ര സർക്കാരിൻ്റെ പേര് പ്രദർശിപ്പിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. ഇതിനുവേണ്ടി 3000 രൂപ വീതം കേന്ദ്രം അനുവദിച്ചിരിക്കുകയാണ്. 1 കോടി രൂപയോളം മുടക്കുന്ന കേരള ഗവൺമെന്റിന്റെ ബ്രാൻഡിങ് ഒന്നുമില്ലാത്തപ്പോഴാണ് 5 ലക്ഷം രൂപ മാത്രം മുടക്കുന്ന അവരുടെ പേര് എഴുതാൻ 3000 രൂപ വീതം നൽകുകയും ബ്രാൻഡിങ്ങിനായി കേന്ദ്രം നിർബന്ധിക്കുകയും ചെയ്യുന്നത്. കേരളത്തിൽ നിലവിലുള്ള ആരോഗ്യ രൂപ വീതമാണ് നൽകുന്നത്. എന്നാൽ കേരള സർക്കാർ 42 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ഇൻഷുറൻസ് നൽകുന്നുണ്ട്. ശരാശരി ചെലവാക്കുന്നത് 2800 രൂപ വീതം. ഇതാണ് കാര്യം. പക്ഷേ ആയുഷ്മാൻ ഭാരത് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി ആ പേര് പോലും പറ്റില്ല എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. എന്തു വേണം? പേരിൽ നിന്നും കാരുണ്യ എന്ന വാക്ക് നീക്കം ചെയ്യണം. ഇതാണ് പിടിവാശി. സംസ്ഥാന സർക്കാർ വലിയ പങ്ക് വഹിച്ച് നടപ്പാക്കുന്ന പദ്ധതികളിൽ തീർത്തും ചെറിയ പങ്ക് മാത്രം വഹിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗം പർവ്വതീകരിച്ച് കാണിക്കുക. അങ്ങനെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സ്വാർത്ഥ ലക്ഷ്യത്തോടെയുള്ള പ്രചാരത്തിൻ്റെ ഉപാധിയാക്കാൻ ഈ പദ്ധതിയെ കൂടി മാറ്റുക. ഇതാണ് ഈ നിർബന്ധമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ച പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയാണ് സംസ്ഥാന ഗവൺമെന്റ് ലേലത്തിൽ പങ്കെടുത്ത് വിലക്ക് വാങ്ങി കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് KPPL എന്ന പേരിൽ വിജയകരമായി കോട്ടയത്ത് വെള്ളൂരിൽ ഇപ്പോൾ നടത്തി വരുന്നത്. അതോടൊപ്പം കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന സംയുക്ത സംരംഭമായിരുന്ന ബെൽ ഇലക്ട്രിക്കൽ മെഷീൻ ലിമിറ്റഡിന്റെ ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് KEL എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഇറക്കുമതി നയം കാരണം ബുദ്ധിമുട്ടിലായ റബ്ബർ കർഷകരെ സഹായിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ അവഗണനയും ധനഞെരുക്കവും കേരളത്തെ സമരപാതയിൽ ഇറങ്ങാൻ നിർബന്ധിതമാക്കിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാന വിഷയം ഗവർണർ പദവിയുമായി ബന്ധപ്പെട്ടതാണ്. ഗവർണർമാർ എങ്ങനെ പ്രവർത്തിക്കരുത് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന നിയമസഭകളെ നോക്കുകുത്തികളാക്കുന്ന സാമ്രാജ്യത്വ കാലത്തെ റെസിഡന്റുമാരെ പോലെ പെരുമാറുകയാണ്. ഇതുമൂലം ഫെഡറലിസത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാൻ നിയമ പോരാട്ടങ്ങളും ജനകീയ പോരാട്ടങ്ങളും വേണ്ടിവരുന്നു. നിയമസഭ അംഗീകരിച്ച ബില്ലുകൾക്ക്
അംഗീകാരം നൽകാതെയും വഴിയിൽ കുത്തിയിരിപ്പ് നടത്തിയുമുള്ള ഗവർണറുടെ പ്രവർത്തനങ്ങൾക്കാണ് കേരളം വേദിയാകുന്നത്. ചാൻസലർ പദവി ഉപയോഗിച്ച് സർവകലാശാലകളുടെ പ്രവർത്തനം പോലും അട്ടിമറിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങളുടെ നിരാസമായി ഇത് മാറുകയാണ്. അടിയന്തരാവസ്ഥയുടെ അനുഭവമൊഴിച്ചാൽ ഇത്രയും ഗൗരവമേറിയ വെല്ലുവിളികൾ ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ നേരിട്ട ചരിത്രമില്ല. അവഗണനയുടെ അനേകം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ബദൽ മാർഗങ്ങൾ ഉയർത്തി അതിജീവനത്തിന് കേരളം ശ്രമിക്കുകയാണ്. എന്നാൽ അത്തരം അതിജീവനം പോലും ഉറപ്പിക്കില്ല എന്ന വാശിയോടെ കേന്ദ്രം പ്രതികാര മനോഭാവം തുടരുന്നു. ഈ സാഹചര്യത്തിൽ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ ആകെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കേന്ദ്ര സർക്കാരിനെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്താനുമാണ് സംസ്ഥാനത്തിന് ഇത്തരമൊരു മാർഗം സ്വീകരിക്കേണ്ടി വരുന്നത്. പ്രളയങ്ങളും മഹാമാരികളും ആഞ്ഞടിച്ചപ്പോഴും ഉലയാതെ നിന്ന് പൊരുതിയ ചരിത്രമാണ് കേരളത്തിൻ്റെത്. മാനവികതയും സാഹോദര്യവും ഉയർത്തിപ്പിടിച്ച് ഒറ്റക്കെട്ടായി ഓരോ പ്രതിസന്ധിയും മറികടക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന് തന്നെ അഭിമാനകരമായ അനവധി നേട്ടങ്ങളും സ്വന്തമാക്കാനായി. നീതി ആയോഗിന്റെ ദേശീയ മൾട്ടി ഡൈമെൻഷണൽ ദാരിദ്ര്യ സൂചികയിൽ കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം, നീതി ആയോഗ് തയ്യാറാക്കിയ സുസ്ഥിര വികസന സൂചിക പ്രകാരം രാജ്യത്ത് ഒന്നാമത്തെ സംസ്ഥാനം, 2021 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മികവിന്റെ സൂചികയിൽ 1-ാം സ്ഥാനം, നീതി ആയോഗിന്റെ ആരോഗ്യ സൂചികയിൽ 1-ാം സ്ഥാനം, ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യമന്ത്രൻ പുരസ്കാരം, ഇന്ത്യ ടുഡേ നടത്തിയ ഹാപ്പിനെസ് ഇൻഡെക്സ് സർവേയിൽ 1-ാം സ്ഥാനം തുടങ്ങി അസംഖ്യം നേട്ടങ്ങൾ കേരളം കഴിഞ്ഞ 8 വർഷ കാലയളവിൽ സ്വന്തമാക്കി. എന്നാൽ മികവിൽ നിന്നും കൂടുതൽ മികവിലേക്ക് പോകാൻ കേരളത്തെ പിന്തുണക്കുന്നതിന് പകരം ആ മുന്നേറ്റത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. പ്രളയങ്ങളുടെയും മഹാമാരിയുടെയും ഘട്ടങ്ങളിൽ അർഹമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് പകരം ആവശ്യങ്ങളോട് മുഖം തിരിക്കുക മാത്രമല്ല, അവയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഹൃദയശൂന്യതയോടുള്ള പ്രതിഷേധം കൂടിയാണ് നാളെ നടക്കുന്ന സമരം. ഇന്ത്യയുടെ ഐക്യവും ഭദ്രതയും കാത്തു സൂക്ഷിക്കാൻ ശക്തമായ കേന്ദ്രവും ശാക്തീകരിക്കപ്പെട്ട സംസ്ഥാനങ്ങളും അനിവാര്യമാണ്. ഈ വലിയ ലക്ഷ്യം മുൻനിർത്തിയുള്ള സുപ്രധാന ചുവടുവെപ്പാണ് ഡൽഹിയിൽ കേരളം സംഘടിപ്പിക്കുന്ന നാളത്തെ പരിപാടി. ഇതിന് ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്രയുമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. ഇന്നത്തെ രാഷ്ട്രീയ സമരത്തെ പറ്റി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായ പി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ നാടകമാണ്. നമ്മുടെ ധനമന്ത്രി കൂടെ ഉള്ളത് കൊണ്ട് ധനമന്ത്രി പറയുന്നതായിരിക്കും നല്ലത് അദ്ദേഹത്തിന് കൊടുക്കാൻ. പറഞ്ഞാൽ മതി. രാഷ്ട്രീയ നാടകമല്ല എന്നുള്ളത് എല്ലാ കണക്കുകളും വെച്ച് പറഞ്ഞതാണ്. ആദ്യം ഇത് കേരളം മാത്രം ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. ഇന്ന് തന്നെ കർണാടക ഗവൺമെന്റ് ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പല സ്റ്റേറ്റുകളിലും ഇതേ പ്രശ്നം ഉന്നയിക്കുകയാണ്. എല്ലാവരും പറയുന്നത് അത് സ്റ്റേറ്റുകൾക്ക് ഡിലേ ചെയ്തിട്ടുള്ള അവകാശങ്ങളെ പറ്റിയാണ്. അത് കൃത്യമായ കണക്കുകൾ വെച്ചിട്ടാണ്. ഞാൻ കണക്കുകളെല്ലാം പറയുന്നില്ല. കൃത്യമായ കണക്ക്, റിസർവ് ബാങ്കിന്റെ ഡേറ്റ, ഇന്ത്യൻ പാർലമെന്റ് അവതരിപ്പിച്ച ഡേറ്റ എല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് അർഹമായിട്ടുള്ളത് വന്നിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയമേ ഇല്ല. ഇതിനകത്ത് രാഷ്ട്രീയത്തിൽ അതീതമായി കേരളത്തിന്റെ പൊതുവായ ഇൻട്രസ്റ്റ് മാത്രമാണ്. സുപ്രീം കോടതി വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിൽ കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്രം നൽകിയ വിശദമായ റിപ്പോർട്ടിൽ പറയുന്നത് ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തതിനേക്കാൾ അധിക തുക കൂടുതൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തിന്റെ ധനവിനിയോഗത്തിലെ തിരുപ്പതിയാണ് ഈ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നാണ് സുപ്രീം കോടതി കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്.
സുപ്രീം കോടതിയിൽ കേരളം നൽകിയിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ അത്രയും പലതരത്തിലും നിയമപരമായ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസ് കേരളം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു മറുപടി അവർ കൊടുത്തതാണ്. അവരുടെ സ്റ്റേറ്റ്മെന്റിനകത്താണ് പറഞ്ഞത് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് അങ്ങേയറ്റം തെറ്റാണ് തുടങ്ങിയ കാര്യങ്ങൾ. അതിന് ഉള്ള കൗണ്ടർ ഇപ്പോ ദിവസം സബ്മിറ്റ് ചെയ്യും. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, അവരാ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെക്കാളും വ്യത്യസ്തമാണ് വസ്തുതകൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനകത്ത് ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അതിൽ എത്രയോ വ്യത്യസ്തമാണെന്ന് കാണിക്കുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരളം പറയുന്ന ഒരു പ്രത്യേക ഏജൻസി അല്ല. അതിനകത്ത് 100 രൂപ ടാക്സ് കിട്ടുമ്പോൾ, ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു ശരാശരി ഉണ്ട്. 65 രൂപ ഒരു സംസ്ഥാനം കളക്ട് ചെയ്യുമ്പോൾ 35 രൂപ സെൻട്രൽ ഗവൺമെന്റ്. അങ്ങനെയാണ് അതിന്റെ റേഷ്യോ ഇന്ത്യയിലാകെ ശരാശരി. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടിനകത്ത് ഏറ്റവും ലോവസ്റ്റ് ടാക്സ് പെർസെന്റേജ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന സ്റ്റേറ്റ് കേരളമാണ്. നമ്മള് 79-21 എന്റെ കയ്യില് റിസർവ് ബാങ്കിന്റെ സ്റ്റേറ്റ് ഫൈനാൻസിനെ സംബന്ധിച്ച റിപ്പോർട്ടാണ്. ബഡ്ജറ്റിന്റെ അകത്ത് ഈ വിശദമായി കണക്കുകൾ പറഞ്ഞത്. അങ്ങനെ എല്ലാ സംഭവങ്ങളും നോക്കിയാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞല്ലോ, കേരളത്തിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കപ്പാസിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 24 ഇനങ്ങളില് പല തരത്തിലും 1ാം സ്ഥാനം നമുക്ക് കിട്ടുകയാണ്. ആകെ ഇന്ത്യയിലുള്ള പട്ടിണിക്കാരുടെ കണക്കെടുക്കുമ്പോ 0.48 മാത്രമാണ് കേരളത്തിൽ ദാരിദ്ര്യരേഖയ്ക്ക് പോവർട്ടി ലൈനിന് താഴെയുള്ളത്. 0.48 ആണ്. ഇന്ത്യൻ ശരാശരി അതൊക്കെ എത്രയോ അധികമാണെന്ന് അറിയാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സില് എല്ലാത്തിലും നമുക്ക് മുൻപിലാണ്. ഒറ്റ കാര്യം കൂടി, ഈ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പൂർണ്ണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കും കിട്ടും. ഞങ്ങളുടെ കേരളത്തിലെ ബഡ്ജറ്റ് ബ്രീഫിന്റെ ഡീറ്റെയിൽസ് കിട്ടും. കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ ഇതിപ്പോ ലേറ്റസ്റ്റ് ആണ്. കേരള ഗവൺമെന്റ് ബഡ്ജറ്റ് സംബന്ധിച്ച് ഉള്ള നമ്മുടെ ഒരു ആപ്പുണ്ട്, കേരള ബഡ്ജറ്റ് .gov.in എന്നാണെന്നാണ് അതിന്റെ അഡ്രസ്. അപ്പൊ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനേക്കാളും വളരെ ബെറ്റർ ആണെന്ന് കാണാം. ഇപ്പൊ ലേറ്റസ്റ്റ് അവതരിപ്പിച്ച സെൻട്രൽ ഗവൺമെന്റ് ബഡ്ജറ്റില് ഏകദേശം റൗണ്ടഡ് ഫിഗർ 48 ലക്ഷം കോടി രൂപയാണ് സെൻട്രൽ ഗവൺമെന്റ് ടോട്ടൽ ബഡ്ജറ്റ് ഔട്ട്ലേ. അതിനകത്ത് ബോറോയിങ് 36% ആണ്. ആകെയുള്ള 48 ലക്ഷം കോടി രൂപ ചെലവിൽ ഒരു വർഷം കൊടുക്കുന്ന ഇൻട്രസ്റ്റ് 12 crore rupees ആണ്. 25% ആണ്. കേരളം ഇതിന്റെ പകുതിക്കടുത്തേ ഉള്ളൂ കേരളത്തിന്റെ ശരാശരി. ഞാൻ പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്ട്രെങ്ത് ഞാൻ നോക്കുകയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് വാദമാണല്ലോ 3% ആണ് ഫിസിക്കൽ ഡെഫിസിറ്റ് ആകാവുന്നത് FRBM ആക്ട് അനുസരിച്ച്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം 2.5 എടുക്കാൻ സംബന്ധിച്ചുള്ളൂ ഇത് വെച്ചിട്ട്. അതാണ് CM പറഞ്ഞത്. പിന്നെ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കുറച്ചു. ഇപ്പോഴത്തെ ഞങ്ങളുടെ ടാർഗറ്റ് അനുസരിച്ച് ഞങ്ങള് 3.5 പറഞ്ഞിട്ടുള്ള പെർസെന്റിനപ്പുറം എലക്ട്രിസിറ്റിയുടെ പേരിൽ ഒരു 0.5%. അതുകൊണ്ട് അപ്പുറം ഞങ്ങൾ എക്സീഡ് ചെയ്യുന്ന പ്രശ്നമില്ല. അപ്പൊ 3% കേരളത്തിനും ബാധകമാണ്, എല്ലാ സ്റ്റേറ്റിനും ബാധകമാണ്, സെൻട്രൽ ഗവൺമെന്റിനും ബാധകമാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് ഡോക്യുമെന്റ് നിങ്ങൾ നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷം 6.4% എടുത്തു, ഞങ്ങൾക്ക് 2.5 എടുക്കാൻ പറ്റുള്ളൂ. ഈ വർഷം 5.8% ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ്. കേരളം ഈ പറഞ്ഞ ലിമിറ്റിനകത്തേ ഉള്ളൂ. കേരളത്തിന് സെൻട്രൽ അത് കോടതി കൊടുത്തതിനനുസരിച്ചിട്ടുള്ളതിനേക്കാളും നമ്മുടെ ആകെ കടം കോവിഡ് സമയത്തുള്ള കടം കൂടി എന്നാണ് പറയുന്നത്. അത് കുറഞ്ഞു വരികയാണ്. ആ കണക്കുകളെല്ലാം ഉണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഏത് ക്രൈറ്റീരിയ നോക്കിയാലും കേരളം അതിന്റെ ഫൈനാൻഷ്യൽ കൺസോളിഡേഷന്റെ കാര്യത്തിൽ നന്നായിട്ട്, ഫിസിക്കൽ കൺസോളിഡേഷന്റെ കാര്യത്തിൽ നന്നായി വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് കണക്കുകളുള്ളത്. കർണാടക സമരമായിരുന്നു. കർണാടകത്തിന്റെ സമരത്തിൽ അവിടുത്തെ ഉപമുഖ്യമന്ത്രി അടക്കം കേരളത്തിന്റെ സമര ആവശ്യങ്ങളോട് അനുഭാവത്തോടെ സംസാരിച്ചു, പിന്തുണയും നൽകുന്ന സാഹചര്യം ഉണ്ടായി. നാളത്തെ കേരളത്തിന്റെ സമരത്തിൽ ഇതൊന്നും BJP പോലെ തന്നെ കോൺഗ്രസും സഹകരിക്കാതിരിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ബാക്കി പ്രാദേശിക പാർട്ടികളും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ സഹകരിക്കുന്നു. കർണാടകം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംസ്ഥാന ഗവൺമെന്റ് ആണല്ലോ. അവര് ആ സംസ്ഥാനം നേരിടുന്ന വിഷയങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സമരത്തിന് തയ്യാറായത്. എന്നാൽ അവര് പലരും അവിടെ സംസാരിച്ചവരും ഒക്കെ നല്ല രീതിയിൽ തന്നെ കേരളത്തിന്റെ ആവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നല്ല സമീപനമായി അവരോട് അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രത്യേകം നന്ദി എന്ന് ഞാൻ പറയുന്നതിന് കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ മനോഭാവത്തെക്കുറിച്ച് അവർക്ക് അറിയാവുന്നതാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരിത് പരസ്യമായി പറഞ്ഞത് എന്നത് കാണണം. അത് കേരളത്തിലെ കോൺഗ്രസിനുള്ള ഒരു മറുപടി കൂടിയാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് തീർന്നില്ല. അപ്പൊ അതിന്റെ ഭാഗമായി
കോൺഗ്രസ് ഇവിടെ പങ്കെടുക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഉണ്ടാകുമെന്ന് സംശയമാണ്. ഇപ്പോൾ നിങ്ങളെ ഇതൊരു രഹസ്യമല്ല, നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സമരം തീരുമാനിക്കുന്നതിന് മുൻപ് ആദ്യമായി ആലോചിക്കുന്നത് അവരുമായാണ്, പ്രതിപക്ഷവുമായാണ്. പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചാണ് ഈ കാര്യം ആദ്യം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവര് ഞങ്ങൾ ആലോചിച്ചിട്ട് മറുപടി പറയാം എന്ന് പറഞ്ഞു. അപ്പം പക്ഷേ അവരുടെ മറുപടി നിഷേധ രൂപത്തിലാണ് വന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ മറ്റാലോചനകൾ തന്നെ നടത്തുന്നത്. അത്രയും ജനാധിപത്യപരമായ രീതിയായിരുന്നു ഞങ്ങൾ സ്വീകരിച്ചത്. ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇതുപോലൊരു കാര്യത്തിൽ എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല എന്നുള്ളത്. അപ്പോഴേക്കും ഞങ്ങൾ ഗാർഗയെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്തടക്കം അയച്ചിരുന്നു. അപ്പോൾ അദ്ദേഹവും ചിലപ്പോൾ വരാതിരിക്കുന്നത് ഇവരുടെ സമ്മർദ്ദം മൂലമായിരിക്കാനാണ് സാധ്യത. മറ്റാളുകൾ പലരും ഇതിൽ പങ്കെടുക്കാൻ തന്നെയാണ് പോകുന്നത്. സ്വാഭാവികമായും ഞങ്ങൾ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഇതിന്റെ BJP ഇതര മുഖ്യമന്ത്രിമാർക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള കത്തുകൾ അയച്ചിട്ടുണ്ട്. പലരും ഇതിൽ പങ്കെടുക്കുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. CM പറഞ്ഞ UGC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഗ്രാന്റ് കിട്ടിയതാണല്ലോ. നമ്മുടെ വാദം എത്രത്തോളം വാസ്തവമാണ്? UGC-യുടെ കാര്യത്തിൽ നമ്മൾ വേണ്ട രേഖകൾ കൊടുത്തിട്ടില്ലെന്നാണ് കോടതിയിൽ കൊടുത്തിട്ടുള്ള രേഖകൾ ഉൾപ്പെടെ പറയുന്നത്. അത് വാസ്തവത്തിൽ ഇപ്പൊ വാദത്തിന് വേണ്ടി പറയുന്ന രേഖകളായിരിക്കും. നമ്മൾ അവിടുന്ന് ഇത് സംബന്ധിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ റെസീപ്റ്റ്സ്, ആ റെസീപ്റ്റ്സ് കൊടുത്തു. എന്നിട്ട് അത് ഓൺലൈനായിട്ട് അയച്ചത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് അയക്കുക കൂടാതെ നമ്മളെ അതിന്റെ ആ മേഖലയിലെ ചുമതലയുള്ള കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ അവർ വന്ന് നേരിട്ട് കൂടെ കൊടുത്തതാണ്. ഇത് ആ സമയത്തൊന്നും പറഞ്ഞില്ല. ഈ സമയത്ത് ഇപ്പോഴാണ് കേസിന്റെ സമയം വരുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. UGC-യോടൊക്കെയുള്ള സമീപനം ഏറ്റവും ലേറ്റസ്റ്റ് ബഡ്ജറ്റ് നോക്കിയാൽ അറിയാം. 60% കട്ട് ചെയ്യുകയും ചെയ്തുള്ള ബഡ്ജറ്റ്. ഞാൻ പറഞ്ഞത് കൊടുക്കാതിരുന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ കൊടുക്കുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ സമയത്താണെന്ന് പറയുന്നത്, ഈ കേസിന്റെ സമയത്താണ്. അല്ലാതെ നമ്മൾ ആ കാര്യങ്ങൾ കൊടുത്തിട്ട് അവർ പറഞ്ഞതനുസരിച്ചിട്ട് കാര്യങ്ങൾ പേപ്പർ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അവിടെ പലതവണ സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ GST-യുടെ കാര്യത്തിനകത്ത് പലപ്പോഴും നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് GST കോമ്പൻസേഷൻ കിട്ടിയില്ല എന്നുള്ള കാര്യം കേരളം ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കേരളത്തിന് മിക്കവാറും GST കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട്. 5 വർഷമേ കോമ്പൻസേഷൻ ഉള്ളൂ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ AG-യുടെ റിപ്പോർട്ട് കൊടുത്ത് ഞങ്ങൾ അതിന്റെ എല്ലാ സ്റ്റേറ്റുകളും സെറ്റിൽ ചെയ്യണമായിരുന്നു. കേരളവും AG-യുടെ കണക്ക് കൊടുത്തു. ഇന്ന് ആ സെറ്റിൽമെന്റിന്റെ ഫൈനൽ കണക്കും വന്നിട്ടുണ്ട്. അത് കിട്ടിയത് കിട്ടിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഇന്നത്തെ കണക്കനുസരിച്ച് ഇന്ന് ലെറ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും 5 വർഷക്കാലത്തെ ഏറ്റവും അവസാനം വരെയുള്ള AG-യുടെ റിപ്പോർട്ട് അവർ അംഗീകരിച്ച് ഞങ്ങൾക്ക് തരാനുള്ള ബാലൻസ്, ഞങ്ങൾക്ക് അക്കൗണ്ട് അനുസരിച്ച് തരാനുള്ള ബാലൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പം കോമ്പൻസേഷന്റെ കാര്യത്തിൽ തന്നിട്ടില്ല എന്നുള്ളത് അല്ല. അത് നേരത്തെ ഒരു 2 വർഷം മുമ്പ് 8,000, 12,000 ഒക്കെ തരാനുണ്ടായിരുന്നു. ഇപ്പം ആ കോമ്പൻസേഷൻ പീരീഡ് കഴിഞ്ഞു. കോമ്പൻസേഷൻ പീരീഡ് നീട്ടണം എന്നുള്ള ആവശ്യം എല്ലാവരും ഉന്നയിച്ചു. കാരണം GST വന്നതിന് ശേഷം സ്റ്റേറ്റുകൾക്ക് ആകെ നഷ്ടമാണ്. പ്രത്യേകിച്ചും പ്രളയവും കോവിഡും ഒക്കെ വന്നതിന്റെ ആ നഷ്ടം നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് GST കോമ്പൻസേഷന്റെ കാര്യത്തിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ കോമ്പൻസേഷന്റെ കാര്യത്തിലല്ല തർക്കം. കോമ്പൻസേഷൻ നീട്ടുന്നതും ഈ വലിയ നഷ്ടം ഞങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റിനും 16% റവന്യൂ ന്യൂട്രലായിട്ട് 16%, 100-ൽ 14 രൂപ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ 100-ൽ 11 ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും അത് വിശദീകരിച്ചിട്ടുള്ളതാണ്. അതാണ് GST സംബന്ധിച്ച വിഷയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും അടുത്ത 5 വർഷം കൂടി ഭരിക്കാൻ പോകുന്നു. കർണാടകം പറയുന്നത് ഇങ്ങനെ പോയാൽ ഈ പോരാട്ടം തുടരേണ്ടി വന്നാൽ അലയൻസ് വേണ്ടി വരും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് CM-ന്റെ നിലപാടെന്നാണ്. രണ്ടാമത് ഈ വീടുകളുടെ ബ്രാൻഡിങ്ങിന്റെ പ്രശ്നം പറഞ്ഞു. അതൊരു ഔദാര്യമല്ല എന്നും പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ കേരളത്തിലത്തെ ഞങ്ങൾക്ക് കല്യാണത്തുള്ള ഒരു പ്രവണത MP-മാരുടെയും MLA-മാരുടെയും വികസന ഫണ്ട് എന്ന് പറഞ്ഞ് സ്കൂൾ ബസ്സിനും സ്കൂളിന്മേലും ഒക്കെയും വെറ്റിഷന്റെയും ലാമ്പ് പോസ്റ്റും ഒക്കെ എഴുതി വെക്കുന്ന രീതി, അത് ഒഴിവാക്കാനൊക്കെ കേരളം മാതൃകയാണ്. അല്ല, രണ്ടാമത്തത് പിന്നെ പറയാ, ഈ ആദ്യത്തെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ അനുഭവത്തിൽ നാം കാണേണ്ടത് രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരും ഈ നില തുറന്നുകൂടാ എന്ന് കാണുകയാണ്. അതീവ ഗൗരവമായി നമ്മുടെ രാജ്യം നിലനിന്നു പോകണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഫെഡറലിസവും എല്ലാം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുക. അപ്പൊ അത് BJP-യുടെ ഒരു തുടർ ഭരണം വന്നാൽ വലിയ ആപത്ത് ഇതിനെല്ലാം സംഭവിക്കും. ഇപ്പൊ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് പരിഹരിക്കാനാവാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോകും എന്നുള്ള ആശങ്ക രാജ്യത്താകെയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത്
BJPയുടെ ഗവൺമെന്റ് തുറന്നു വരാനുള്ള ഒരു സാഹചര്യവും ഇല്ല എന്നാണ് നാം കാണേണ്ടത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ പരാജയത്തിന്റെ അടിസ്ഥാനം അത് കോൺഗ്രസ് കാണിച്ചിട്ടുള്ള കുറച്ചൊരു വിവേകമില്ലായ്മയുടെ ഭാഗം കൂടിയാണ്. നല്ല വിവേകത്തോടെ സംസ്ഥാനങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിലുള്ള കൂട്ടുകെട്ട് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞാൽ എല്ലാ മതനിരപേക്ഷ ശക്തികളെയും ഒന്നിച്ചു നിർത്തി BJPക്കെതിരെ അണിനിരക്കാൻ തയ്യാറുള്ള മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ചു പോയാൽ നല്ല രീതിയിൽ ഈ പറയുന്ന BJPയുടെ പരാജയം ഉറപ്പാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് നില. അതാണ് രാജ്യം പൊതുവിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ വേറെ ആശങ്ക ഉണ്ടാകേണ്ടതായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അത് രണ്ടും രണ്ടാണ്. അത് നമ്മുടെ പൊതുവിൽ ആളുകൾ ഒരു പദ്ധതിക്ക് പണം ചെലവിടുമ്പോൾ ആ പണം ചെലവിട്ടതിന്റെ ഭാഗമായിട്ട് കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ തന്നെ എല്ലാവരും അത് കാണിക്കുന്നു. ഇന്ന വകയുള്ളതാണ് ഈ പദ്ധതി. അത് പൊതുവായിട്ടുള്ളതാണ്. ആ പൊതുവായിട്ടുള്ളതിൽ വലിയ പ്രശ്നം ഇല്ല എന്ന് പറയാമെങ്കിൽ ഇതൊരാള് താമസിക്കുന്ന വീട്, ആ വീട്ടിലേക്ക് അയാൾ ചെന്ന് കയറുമ്പോൾ ഇതെന്റെ വീടല്ല, ഇതൊരു ഔദ്യോഗികം കിട്ടിയ വീടാണ് എന്ന് വരുന്നത് അദ്ദേഹത്തിന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തലാണ്, അഭിമാനത്തെ മുറിക്കലാണ്. അത് പാടില്ല എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് നിലപാട്. അതിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനങ്ങൾ. ഏത് അത് BJPയുടെ നിലപാടുകൾക്കെതിരെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് യോജിക്കാൻ കഴിയാവുന്ന കാര്യങ്ങളിൽ യോജിക്കാം. ഇപ്പൊ കേരളം ഒരു ഗവൺമെന്റാണ്, കർണാടക ഒരു ഗവൺമെന്റാണ്, തമിഴ്നാട് വേറൊരു ഗവൺമെന്റാണ്. അങ്ങനെയുള്ള അവസ്ഥകൾ വെച്ചുകൊണ്ട് യോജിക്കാൻ കഴിയാവുന്ന നിലയിലുള്ള പിന്നെ നീക്കങ്ങൾ നടത്താനും നമുക്ക് ഇപ്പൊ തന്നെ യോജിക്കാവുന്ന പല മേഖലകളുണ്ട്. അത് ചർച്ച ചെയ്യാൻ അവർ തയ്യാറാണെങ്കിൽ ചർച്ച ചെയ്യാൻ ഞാനും തയ്യാറാണ്, ഞങ്ങളും തയ്യാറാണ്. അതിനൊരു വിഷമവുമില്ല. ആ തരത്തിലുള്ള യോജിപ്പ് വളർത്തിയെടുക്കാനും സാധിക്കും. നോർത്ത് സൗത്ത് ഡിവൈഡിന്റെ പ്രശ്നമായിട്ട് അത് കാണേണ്ടതില്ല. ഇത് സംസ്ഥാനങ്ങളുടെ ആകെ അധികാരങ്ങൾ കവരുന്ന പ്രശ്നമാണ്. ഫെഡറലിസത്തിന്റെ ഭാഗമായി സംസ്ഥാനങ്ങൾക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന പ്രശ്നമാണ്. അത് പൊതുവിൽ രാജ്യത്താകെയുള്ളതാണ്. അതില് ഡൽഹിയില് പരിമിതമായ അധികാരികളൊന്നും ഡൽഹി നേരിടുന്നുണ്ട്, പഞ്ചാബ് വലിയ തോതിൽ നേരിടുന്നുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏത് ഭാഗം എന്നുള്ളതില്ല. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതിനെതിരെ അണിനിരക്കേണ്ടതായിട്ട് വരും. സ്വാഭാവികമാണ് കേന്ദ്രം ഭരിക്കുന്ന കക്ഷി ഭരിക്കുന്ന സംസ്ഥാനത്തിന് ഇതിനോടൊപ്പം അണിചേരാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് സ്വാഭാവികമായിട്ടും അണിചേരാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം അതീവ ഗൗരവമുള്ളതാണ്. എല്ലാ സംസ്ഥാനങ്ങളും ഗൗരവമായി കാണേണ്ട ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം സംസ്ഥാനങ്ങൾ ഗൗരവമായി കാണുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അതിനയച്ച മറുപടി വ്യക്തമാക്കുന്നത്. ഏത് പ്രശ്നത്തിൽ? കേരള ജനതയുടെ പ്രതികരണമാണല്ലോ നവകേരള സദസ്സിൽ കണ്ടത്. നവകേരള സദസ്സിന്റെ ഭാഗമായി പങ്കെടുത്ത 10,000 ഓരോ മണ്ഡലത്തിലുമല്ലേ ഉണ്ടായത്. അത് വൻപിച്ച ജനാവലിയായിരുന്നു. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണല്ലോ. കേരളത്തിലെ ജനങ്ങൾ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായി അണിനിരക്കുകയാണ്. പക്ഷെ ഇപ്പോഴുള്ള ഒരു ഇന്ത്യ ബ്ലോക്ക് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനകത്ത് ഓരോരുത്തരും ഓരോ ഭാഷയിൽ സംസാരിക്കുന്നു. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതിന് എന്താണ് ഇനി ചെയ്യാൻ പറ്റുന്നത്? ഏത് ഭാഷയിൽ സംസാരിച്ച് ഏത് നരേറ്റീവ് കൊണ്ടുവന്നാലാണ് BJPയെതിരെയുള്ള ഒരു ശക്തമായ പ്രതിപക്ഷമായി നാഷണൽ ലെവലിൽ നിൽക്കാൻ പറ്റുക? ഇപ്പൊ വേണ്ടത് സംസ്ഥാനങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കലാണ്. സംസ്ഥാനങ്ങൾ തോറും ആ സംസ്ഥാനങ്ങളിലുള്ള യഥാർത്ഥ വസ്തുതകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു യോജിപ്പ് വളർന്നു വരണം. ആ യോജിപ്പ് വളർത്തിക്കൊണ്ടുവരുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവർക്കുമുള്ള സ്ഥാനം അതത് നിലക്ക് പരിഗണിച്ചു കൊടുക്കണം. ഞങ്ങളാണ് എല്ലാറ്റിന്റെയും നേരവകാശികൾ എന്ന നില ഒരു കൂട്ടെടുക്കാതിരിക്കുക. അതിന്റെ മേലെ ഞങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുക എന്ന വാശിയില്ലാതിരിക്കുക. എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുക, എല്ലാവരെയും കൂട്ടിച്ചേർക്കാനാവുക. അങ്ങനെ ഒരു നിലപാടെടുത്താൽ തീർച്ചയായും BJPയെ പരാജയപ്പെടുത്താനാകുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം. The same question I answered earlier. This is not a political drama, and if it was a political drama, then why the many states are coming like with the same demand? And we fought. We started actually for last some years. We were saying about the reduction of arbitrary reduction of central the resources which is collected from
the state of Kerala and many other states, and it is not distributed properly, and there is a sharp decline in the distribution. And now the latest Reserve Bank report and other reports says that what we are saying is correct. And for that, the genuine demand of the state and right of the state, we are raising this issue. Now, earlier we were, only Kerala was there with the vocal demand. Then now many states are there, not only southern states. Karnataka came here, Tamil Nadu was saying same thing. Earlier Rajasthan was saying, Punjab was saying, then Delhi was saying, Bengal was saying. So the question is BJP government and non-BJP governments. So issue is very genuine, and if you look our report and data, it is not better to give many details. The statistics which you can see that it is much better than many of the states which they are saying. So that's Sir, do you think that India's existing federal structure? ചോദ്യങ്ങൾ ധാരാളമായി ഉണ്ടാകാം. 1 മണിക്കൂറായി, നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി. ഈ ഒരു-